കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപികളായ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനത്തെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ, കൊലോസ്യർ എന്നീ ലേഖനങ്ങളിലൂടെ വരച്ചു കാണിക്കുന്നത് നാം ഈ ക്വാർട്ടറിൽ ഹോപ്പ് ചാനലിലൂടെ പഠിക്കുകയാണ്. നിങ്ങളെ ഏവരെയും ഞങ്ങളോടൊപ്പം പഠിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കൽ. ഫിലിപ്പിയർ, കൊലോസ്യർ ലേഖനത്തിൽ ക്രിസ്തു എന്നുള്ളതായ പുസ്തകമാണ് നാം പഠിക്കുന്നത്. നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ളത് പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതായ ഒന്നാമത്തെ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ് ബർണബാസ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ഡോക്ടറേറ്റ് തീർത്തതിന് ശേഷം ആദ്യത്തെ ഡിസ്കഷനാണ്. പാസ്റ്ററേയും സസന്തോഷം സ്വാഗതം ചെയ്തു. താങ്ക് യു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്നാമത്തെ പാഠമാണ്. സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കുന്നു. കൊലോസ്യർ, ഫിലിപ്പിയർ ലേഖനത്തിലുള്ളതായ ക്രിസ്തുവിനെ കാണിക്കുന്നതായ ഒരു ഭാഗമാണ് നമുക്ക് മനഃപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പീഡനം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. കാലം ഉണ്ടായ സമയം മുതൽ തന്നെ പലതരത്തിലുള്ളതായ പീഡനങ്ങൾ മനുഷ്യൻ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ചാണ് നാം ഈ ക്വാർട്ടറിൽ ഉടനീളം പഠിക്കുന്നത്. അപ്പോസ്തലനായ പൗലൂസ് സഭകൾക്ക് എഴുതിയതായ 2 ലേഖനത്തെ എപ്രകാരം നാം അവലോകനം ചെയ്യുന്നു എന്നുള്ളതും മാത്രവുമല്ല, അതിൽ ഈ പീഡനം എപ്രകാരം ഒരു മുഖ്യ പങ്ക് വഹിച്ചു, പ്രത്യേകിച്ച് സുവിശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഈ പീഡനം അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ഗൈഡിങ് ഫോഴ്സ് എന്താണ് എന്നുള്ളത് നാം ഈ ക്വാർട്ടറിലുടനീളം പഠിക്കുന്നതായിരിക്കും. പാസ്റ്റർ മഹേഷ്, പീഡനം എന്ന് പറയുന്നത് ഒരിക്കലും പുതിയ കാര്യമല്ല. ആദിമസഭയിൽ അനുഭവിച്ചതായ പീഡനത്തിൻ്റെ തോത് അല്ലെങ്കിൽ ആ പീഡനത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം വലുതായിരുന്നു? നമ്മൾ പീഡനത്തെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ ആദമിൻ്റെയും അവയുടെയും സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ തലമുറയിൽ തന്നെ അവരുടെ മക്കൾ തമ്മിൽ അവിടെ പോരാടുന്നതായിട്ട് അല്ലെങ്കിൽ സഹോദരനെ കൊല്ലുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന, സത്യ ആരാധനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന, ദൈവവചനങ്ങളെ മുറുകെ പിടിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾക്ക് എപ്പോഴും പീഡനങ്ങളുണ്ട് എന്ന് ആ ഭാഗത്ത് നിന്ന് തന്നെ കാണുവാൻ സാധിക്കും. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ ജനം, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് ഒരു പീഡന അനുഭവമുണ്ട്. അതുപോലെ തന്നെ ആദിമസഭയിലും നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രിസ്തുവും പീഡകൾ ഏറ്റുവാങ്ങിയാണ് മരിക്കുന്നത്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം, യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ ബാക്കി 11 പേരെയും കൊല്ലുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ വെച്ച് അവർ പീഡനമേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആദിമസഭയിൽ എല്ലാവരും പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. കാരണം ഇത് മറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജി കൂടെയായിരുന്നു. അതായത് സുവിശേഷത്തെ നിർത്തലാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ജനത്തെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അത് നിർത്തലാക്കുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചു കൊണ്ടിരുന്നു പലരിലൂടെയും. പക്ഷേ ആ സമയത്തൊക്കെയും സുവിശേഷം ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വരുമ്പോഴും ഒരുപക്ഷെ ഏറ്റവും അധികം പീഡനമേറ്റുവാങ്ങിയ ഒരു വ്യക്തി കൂടെ ആയിരിക്കണം പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ ആ സമയത്തും പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൽ സന്തോഷിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ഇനി ആദിമസഭ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അന്ധകാര യുഗത്തിലും അവിടെയും സത്യത്തിന് വേണ്ടി നിലനിന്നിരുന്നിട്ടുള്ള ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പാസ്റ്റർ സന്തോഷ്, അപ്പോസ്തലനായ പൗലൂസ് ചില ലേഖനങ്ങൾ എഴുതിയത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. അത് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ, പ്രിസൺ എപ്പിസിൽസ്. അപ്പോസ്തലനായ പൗലൂസ് 14 ലേഖനങ്ങൾ എഴുതി എന്നാണ് നാം കണക്കാക്കപ്പെടുന്നത്. എബ്രായർക്ക് എഴുതിയ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അതിൽ 14 എഫേസ്യർക്ക് ലേഖനം കൊണ്ട് ചേർത്ത് 14 എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. നമുക്ക് ജയിൽ ലേഖനങ്ങളെന്ന് പറയുന്നത് AD
60 മുതൽ 62 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഈ ഓരോ സമയങ്ങളിലും ജയിലിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉദ്ധരിക്കുക, അതുപോലെ തന്നെ സഭയുടെ കെട്ടുറപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ജയിൽ ലേഖനങ്ങളെന്ന് പറയുമ്പോൾ എഫേസ്യർക്ക് ലേഖനം, ഫിലിപ്പിയർക്ക് ലേഖനം, കൊലോസ്യർക്ക് ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, അതുപോലെ തന്നെ 2 തീമോഥെയോസിൻ്റെ ലേഖനവും അപ്പോസ്തലൻ പൗലോസ്, ഇങ്ങനെ 5 ലേഖനങ്ങളാണ് അപ്പോസ്തലൻ പൗലോസ് ജയിലിൽ കിടന്ന് എഴുതിയതെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലൂസ് എഴുതിയ 5 ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ടതായ 2 ലേഖനങ്ങളാണ് നമ്മൾ ഈ ക്വാർട്ടറിലുടനീളം ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും 2 കൊലോസ്യർക്ക് എഴുതിയതായ ലേഖനവും. ഈ ലേഖനങ്ങളിലൂടെ അപ്പോസ്തലനായ പൗലൂസ് എങ്ങനെയാണ് ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നത്? പ്രത്യേകിച്ച് തൻ്റെ പീഡ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ എങ്ങനെയാണ് താൻ മഹത്വീകരിച്ച് കാണിക്കുവാനൊക്കെ ശ്രമിക്കുന്നത്? നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലുടനീളം പൗലോസ് അപ്പോസ്തലൻ പലവിധമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഈ 2 ലേഖനങ്ങളും എഴുതുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ ജയിലിലായിരുന്നു കൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ആരെങ്കിലും ജയിലിലിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നിരപരാധി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ജയിലിലിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമകഥകൾ, അല്ലെങ്കിൽ എന്തിന് ഞാനിവിടെ ആയിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിട്ടും എന്തുകൊണ്ട് ഞാനിവിടെ ആയിരിക്കുന്നു എന്ന് ചിന്തിക്കും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇത് കാണുന്നത് ഒരു അവസരമായിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ അവിടെ ചിന്തിക്കുന്നത് ഈ ജയിലിലുള്ളതായിട്ടുള്ള പട്ടാളക്കാർക്ക് സുവിശേഷം അവരിലേക്ക് എത്തപ്പെടുവാൻ സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് ദൈവം അവരെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണം, അവർ സത്യം മനസ്സിലാക്കണം എന്നാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറത്തുള്ള സഭയിലെ വിശ്വാസികളെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വളരെ ചിന്താകുലനായിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടിയും ലേഖനങ്ങൾ എഴുതി ആളുകളിലൂടെ കൊടുത്തയക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അനേക ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലൂസ് എഴുതി എന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് എണ്ണമിട്ട് പറഞ്ഞാൽ 14 ലേഖനങ്ങളോളം അപ്പോസ്തലനായ പൗലൂസ് എഴുതി. എന്നാൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ താൻ സുവിശേഷീകരിക്കുന്നതായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. സ്വതന്ത്രമായി നടക്കുന്നതായ ആളുകളെ അല്ല, മറിച്ച് കാരാഗ്രഹത്തിലായിരിക്കുന്നതായ ആൾക്കാർക്ക് സുവിശേഷം അറിയിക്കുകയും ഒപ്പം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ അനുഭവം പങ്കുവച്ച് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു എന്ന് വായനക്കാർ അറിയുന്നതിന് വേണ്ടിയും കൂടെ എഴുതുന്നതായ ലേഖനങ്ങളാണ് നാം ഇന്ന് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ്, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ പൗലൂസ് നേരിട്ടതായ പരീക്ഷകളെക്കുറിച്ച് ഒരു വലിയ പട്ടിക നിരത്തുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത്? പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലുടനീളം താൻ സഹിച്ചതായ പീഡനങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. എന്തുകൊണ്ടാണ് അത് അദ്ദേഹം ഓർക്കുവാൻ ഇടയായി? ഈ അധ്യായത്തിൽ കർത്താവായ യേശു, അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ശരീരത്തെ മൺപാത്രമായിട്ടാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ ശക്തിയെ നിധിയുമായിട്ട് പറയുന്നു. ഇവിടെ ഒരു ഫ്രേസ് ഉണ്ട്. ആ ഫ്രേസ് ഇങ്ങനെ പറയുന്നതാണ്: ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നിരാശപ്പെട്ടില്ല, ഉപദ്രവം അനുഭവിച്ചു എങ്കിലും ഉപേക്ഷിക്കപ്പെട്ടില്ല, വീണ് കിടന്നു എങ്കിലും നിരാശപ്പെട്ടില്ല. ഇങ്ങനെ ഒരു വളരെ പ്രത്യാശാനിർഭരമായ ഒരു അനുഭവത്തിലൂടെയാണ് ആ ഭാഗം കടന്നു പോകുന്നത്. ഇതിലെ കേന്ദ്രബിന്ദുവായി കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും വരവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തൻ്റെ ശരീരത്തെ മൺപാത്രമായി കാണുമ്പോൾ ഓരോ സമയവും ദൈവം അത് ഉടച്ചു വാർത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോസ്തലൻ പൗലോസ് ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും ദൈവം അതിനു വേണ്ടിയുള്ള അത് സഹിക്കുവാനുള്ള അവസരങ്ങളെ നൽകുന്നു, അല്ലെങ്കിൽ അത് സഹിക്കുവാനുള്ള ഓരോ കാര്യങ്ങളും ദൈവം അപ്പോസ്തലൻ പൗലോസ് നൽകുന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തിയെ നിധിയായി കാണുന്നത്, അത് സഹിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട്. അപ്പോൾ നിരാശപ്പെടാൻ ഇടവരാതെ, ഉപദ്രവിച്ചാലും വീണു പോകാൻ ഇടവരാതെ ദൈവം നമ്മളെ കാക്കുന്നു എന്നും ഈ ഒരു ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നത് കഷ്ടം സഹിക്കാനുള്ളതായ വരം എനിക്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നാണ്. പാസ്റ്റർ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ ബുദ്ധിമുട്ടുകളെ നേരിടുന്നതിന് ദൈവം അദ്ദേഹത്തിന് ആത്മീയ വരം നൽകിയെന്ന് പറയുന്നു. എന്താണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനുള്ളതായ ആത്മീയ വരം? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ
പൗലോസ് അപ്പോസ്തലൻ നേരിട്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് ഉറക്കമിളപ്പ്, പട്ടിണി, പരിഹാസം, അതുപോലെ പീഡനം, കപ്പൽ ഛേദം, നഗ്നത, ഇങ്ങനെ നിരവധി കാര്യങ്ങളെ കഷ്ടതയുടെ ഒരു അനുഭവത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ എപ്രകാരം കടന്നുപോയി എന്നതിനെക്കുറിച്ച് അവിടെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, ഈ സംഭവങ്ങളൊക്കെയും ഈ കാര്യങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും ഞാൻ ഇരുവശത്തും ഞാൻ നീതി ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങളുടെ നടുവിലും പൗലോസ് അപ്പോസ്തലൻ നീതി സൂര്യനായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുന്നോട്ട് നീങ്ങി എന്നാണ് പറയുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലന് അവിടെ ധൈര്യം പകർന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയും അനുഭവിക്കാൻ, അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലന് ഒരു വിടുതൽ നൽകിയത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ശൗൽ ആയിരുന്നതിൽ നിന്ന് പൗലോസ് ആയതിനു ശേഷം താൻ മരിക്കുന്നതായ ഘട്ടം വരെയും ഈ പരീക്ഷണങ്ങൾ അഥവാ കഷ്ടതകൾ, പീഡനങ്ങൾ തൻ്റെ സന്തത സഹചാരിയായിരുന്നു. ഒരു ഘട്ടത്തു പോലും തനിക്ക് പീഡനമില്ലാത്തതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. പാസ്റ്റർ സന്തോഷ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലൂസിൻ്റെ ചില പരീക്ഷണങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു. എന്താണ് ആ പരീക്ഷണം? അത് തന്നെ എങ്ങനെയാണ് ദൈവത്തോട് അടുപ്പിച്ചത്? ഇവിടെ അനന്യാസിലൂടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് വരാനിരിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം കൊടുക്കുകയാണ്. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ തനിക്ക് ഇനി വരാനുള്ള കഷ്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല അവിടെ പറയുന്നത്, ഇനി ആ കഷ്ടങ്ങളെ സഹിക്കുവാൻ, നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിനക്ക് ഇന്ന കാര്യങ്ങൾ സഹിക്കേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് അവിടെ അനന്യാസിലൂടെ നൽകപ്പെടുന്നത്. ഈ അധ്യായം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ക്രിസ്തു അറിയുന്നു എന്നുള്ളതിന് വലിയൊരു തെളിവ് കൂടിയാണ് ഈ ഒരു വാക്യം നമ്മൾ വായിക്കുവാൻ സാധിക്കുന്നത്. പിന്നെ അനന്യാസിനെ വിളിക്കുമ്പോൾ അനന്യാസിലൂടെ അപ്പോസ്തലനായ പൗലോസിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് വരുന്ന കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ദൈവം മുന്നറിയിപ്പ് നമുക്ക് നൽകുമെന്നും അതിനെ തരണം ചെയ്യുവാനുള്ള വഴികളെയും ദൈവം നമുക്ക് പറഞ്ഞു തരുമെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ അനന്യാസ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പത്രോസ് നേരിട്ടതായ അനന്യാസും സഫീറയും അല്ല. ഇത് മറ്റൊരു അനന്യാസാണ്. പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഈ അനന്യാസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അനന്യാസ്, അതെ, പാസ്റ്റർ മഹേഷ്, ഫിലമോനും എപ്രാഫാനും ഇവർ രണ്ടുപേരുടെ പേര് അപ്പോസ്തലനായ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ഇവരാരൊക്കെയായിരുന്നു? എങ്ങനെയാണ് ഇവരെ സുവിശേഷവുമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ബന്ധിപ്പിക്കുന്നത്? ഇവിടെ ഫിലമോനെ കുറിച്ച് പറയുമ്പോൾ കൊലോസ്യയിലെ ഒരു സമ്പന്ന ക്രിസ്ത്യാനിയായിരുന്നു ഫിലമോൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം കേട്ട് സത്യത്തിലേക്ക് തിരിഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഫിലമോൻ എന്ന് പറയുന്നത്. അതുപോലെ എഫ്രഫാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത്, എഫെസോസിൽ വച്ച് പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം കേട്ട് കൊലോസ്യയിലേക്ക് ആ സുവിശേഷവുമായി കടന്നു വന്ന വ്യക്തിയാണ് എഫ്രഫാസ് എന്നാണ് ലേഖകൻ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് വളരെ ശക്തമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയതായിട്ടും ഈ രണ്ടുപേരും വളരെ തീഷ്ണതയോടെ പ്രവർത്തിച്ചിരുന്നു എന്ന് കൊലോസ്യർക്കുടെ എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവരെക്കുറിച്ച് വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പല പേഴ്സണൽ കാര്യങ്ങളും അവിടെ എടുത്തു പറയുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. ഈ പേഴ്സണൽ കാര്യങ്ങൾ, ഓരോ വ്യക്തികളുടെ പേര് എടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ സുവിശേഷ വേലയ്ക്ക് യോഗ്യന്മാരാകുന്നു എന്നും അവരെ കൈത്താങ്ങിക്കൊള്ളണമെന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ തനിക്ക് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ഒരു ആത്മാർത്ഥതയെക്കുറിച്ചാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ഇന്ന് നാം സഭയുടെ ശുശ്രൂഷകന്മാരായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായ വ്യക്തികളാണ്. ചിലരെക്കുറിച്ച് അവർ നല്ലവരാണ്, അല്ലെങ്കിൽ അവർ സഭയ്ക്ക് കൈത്താങ്ങാണ് എന്ന് പറയുമ്പോൾ ആ ഒറ്റ വാക്കിൽ നാം അത് പറഞ്ഞു നിർത്തുമ്പോഴും അവർ സഭയ്ക്ക് വേണ്ടിയോ ക്രിസ്തുവിന് വേണ്ടിയോ സത്യത്തിന് വേണ്ടിയോ സഹിച്ചതായ ത്യാഗം, അവരുടെ പ്രയത്നം, ഇതെല്ലാം ആ ഒരു ഒറ്റ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ രണ്ട് പേരുകളും എടുത്തു പറയുമ്പോഴും അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സന്തോഷ്, നമ്മുടെ സുവിശേഷ വയൽ പ്രദേശത്ത് ഒരു പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയതുപോലുള്ളതായ ഒരു ലേഖനം നാം എഴുതുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്കതായ ചില പേരുകൾ കാണില്ലേ? തീർച്ചയായും.
തീർച്ചയായും ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും നമ്മുടെ കൂടെ സുവിശേഷ വേലയിൽ പങ്കുചേരുകയും ചെയ്യുന്നവർ, അതുപോലെ തന്നെ സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇവരൊക്കെയും നമ്മുടെ സുവിശേഷ വേലയുടെ ആക്കം കൂട്ടുന്നതിന് അല്ലെങ്കിൽ ആ വേഗത കൂട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നവരാണ്. ഇതുപോലെയുള്ള പേരുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാസ്റ്റർ മഹേഷ്, ചിലപ്പോഴൊക്കെ നമ്മൾ അവരെ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും കാണുന്നത്. പക്ഷേ ആ ഒറ്റ കാഴ്ചയിൽ തന്നെ അവർ എത്രമാത്രം സുവിശേഷത്തിന് പ്രയോജനമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരുടെയും പേര് പറയേണ്ട. ഉണ്ട്, പലരും ഇതുപോലെ തീഷ്ണത ഉള്ളവരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പല യാത്രകളും പല ആൾക്കാരെയും പല സ്ഥലങ്ങളിലും വെച്ച് കാണുമ്പോൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് സുവിശേഷത്തോടുള്ളതായ ആ വാഞ്ച എത്രമാത്രമാണെന്നും സത്യമായി എന്തുമാത്രം സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പല ഘട്ടങ്ങളിലും സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലൂസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ താൻ കണ്ടുമുട്ടിയതായ ആൾക്കാരെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ്, ഇന്ന ആൾ ഇങ്ങനെ നല്ല വ്യക്തിയാണ്. നമുക്കിപ്പോൾ ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ്, ഫിലിപ്പിയ കൊലോസ്യ ലേഖനങ്ങളെയാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിക്കുന്നത്. അപ്പോസ്തലനായ പൗലൂസ് ഈ സഭകളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ കൊലോസ്യർ ലേഖനവും ഫിലിപ്പിയർ ലേഖനവും തുടങ്ങുന്നത് തന്നെ വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകളിലാണ്. അതായത് രണ്ടുപേരെയും അഭിസംബോധന ചെയ്യുന്ന ഒരേ രീതിയിലാണ് എങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ എഴുതുമ്പോൾ വിശുദ്ധന്മാരും അതുപോലെ തന്നെ വിശ്വസ്തരുമായെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പിയർ ലേഖനം എഴുതുമ്പോൾ ഒരു വരിക്ക് കുറച്ച് പേരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതായത് വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും എന്നിങ്ങനെ അഭിസംബോധന. അതായത് ഒരു സഭയുടെ കെട്ടുറപ്പ് എപ്രകാരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്ത് പറയുമ്പോൾ, അതായത് കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ എൻ്റെ വിശുദ്ധന്മാരും എൻ്റെ വിശ്വസ്തന്മാരും എന്ന് പറയുമ്പോൾ ദൈവവേലയിൽ അത്രയും വിശുദ്ധന്മാരുമായി വിശ്വസ്തരായിരിക്കുന്ന ഒരു കൂട്ടം ജനതയുള്ള സ്ഥലമായിരുന്നു ഈ കൊലോസ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെ പരിചയപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. ആ പഠനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സഭകളെ എത്രമാത്രം ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു എന്നും അവർ ദൈവവേലയ്ക്ക് എത്രമാത്രം ശുഷ്കാന്തി കാണിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലൂസ് സുവിശേഷകന്മാരെ ശക്തിപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ഒരുപക്ഷെ നമുക്കൊക്കെ മാതൃകയാണ് അപ്പോസ്തലനായ പൗലൂസിൻ്റെ ആ മാതൃക. എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലൂസ് യുവ സുവിശേഷകരെ ശക്തിപ്പെടുത്തിയത്? ഇവിടെ നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ യുവ സഭാ ശുശ്രൂഷകരെ അല്ലെങ്കിൽ സുവിശേഷകരെ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നിർദ്ദേശിച്ച് നൽകി അവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതേ ഒരു കാര്യം നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ സാധിക്കും. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പ്രവാചക സ്കൂളുകൾ നിലനിന്നിരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെയും ഇതുപോലെ യുവ ശുശ്രൂഷകരെ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് യോഗ്യരായിരിക്കുന്ന ആളുകളെ അടുത്ത തലമുറയിലേക്ക് വാർത്തെടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതൊരു വലിയൊരു ഉദാഹരണമാണ്. നമ്മൾ ഹന്നയുടെ ജീവിതം നോക്കുമ്പോൾ, ഹന്നയ്ക്ക് ഒരു മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഏലി പുരോഹിതൻ്റെ അടുക്കലാക്കുകയും അവിടെ ആ കുഞ്ഞ് വളർന്നു വരികയും ശമൂവേൽ എന്ന് പറയുന്ന പിൽക്കാലത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനെ അവിടെ ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് ഇങ്ങനെ ഉടനീളം യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രവാചക പള്ളിക്കൂടങ്ങൾ. അത് തന്നെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷ വേലയ്ക്ക് കൊള്ളാവുന്ന തോന്നുന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെയും നൽകി കർത്താവായ യേശു ക്രിസ്തുവിൽ ആ വ്യക്തിയുടെ വിശ്വാസം ഉറപ്പിച്ച് അവരെ സുവിശേഷ വേലയ്ക്ക് പ്രാപ്തരാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മൾ പാഠപുസ്തകത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഗ്രന്ഥകർത്താവ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് 1850-60 കാലഘട്ടങ്ങളിൽ നമ്മുടെ ആരംഭിക്കുന്ന സമയത്ത് സഭയുടെയും ഒരു വലിയ വിഷൻ അതായിരുന്നു എന്നും സഭയിലെ നേതാക്കന്മാർ യുവ സുവിശേഷകന്മാരെ കൂടുതൽ പ്രചോദനം നൽകി അവരെ സുവിശേഷ വേലയിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തിരുന്നു എന്നും അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് നമ്മളും ഒരു മാതൃകയാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്.
പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് പല പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. ജോൺ മാർക്ക്, ഫിലമോൻ, തീമോത്തി. ജോൺ മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സുവിശേഷ വേലയ്ക്ക് കൊള്ളാത്തവനാണെന്ന് പറയുകയും പിന്നത്തേതിൽ ജോൺ മാർക്കിൻ്റെ പ്രവർത്തനം കണ്ട് അവനെ ആശ്ലേഷിക്കുന്നതായിട്ടൊക്കെ കാണുവാൻ തക്കോണം സാധിക്കും. പാസ്റ്റർ, അപ്പോസ്തലനായ പൗലോസ് പല ആവർത്തി തടവിലാക്കപ്പെട്ടതായിട്ട് വേദപുസ്തകം പറയുന്നു. അനേക പീഡനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് സഹിച്ചു. നാം ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി പീഡനം സഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? തീർച്ചയായും വളരെ വളരെ വിശദമായൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് അത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടും പ്രതികാരം എന്നുള്ളത് ചിന്തിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയൊരു ജീവിതമാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും എനിക്ക് പ്രശ്നം വന്നിരുന്നാലും എനിക്ക് കഷ്ടങ്ങൾ വന്നിരുന്നാലും എൻ്റെ ആശ്രയം എന്ന് പറയുന്നത് കർത്താവാണ് എന്ന് വലിയൊരു നമുക്ക് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് എടുത്ത ആ എഫേർട്ട്, അത് എത്ര ത്യാഗം സഹിച്ചും എനിക്ക് അവരോട് സുവിശേഷം പറയണമെന്നുള്ള വലിയൊരു വാഞ്ച അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ റോമർക്ക് ലേഖനം 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവനെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 12:9 പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി. ഇത് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് ലേഖനം 4:6 പറയുന്നു, ഒന്നിലും ആകുലപ്പെടരുത്. അപ്പോൾ ഇതൊക്കെ സുവിശേഷ വേലയിൽ നമുക്ക് ശക്തി പകരുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കർത്താവിൻ്റെ വചനം പറയുന്ന, എൻ്റെ കൃപ മാത്രം നിനക്ക് മതി. ഇനി ലോകത്ത് എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഏത് കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ വന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അതിനെയൊക്കെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഇന്ന് പഠിച്ച മനപ്പാഠ വാക്യപ്രകാരം കർത്താവിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ സുവിശേഷ വേല ഏറ്റവും ശക്തമായി ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ ലേഖനങ്ങൾ എഴുതി അന്നത്തെ സഭയ്ക്ക് നൽകിയത്. അത് ഇന്ന് വായിക്കുവാനും ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനുമുള്ളതായ ഒരു അവസരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം ഈ ലേഖനങ്ങളെ വായിക്കുന്നവരെയും ഒപ്പം നമ്മുടെ ഈ പഠനം ശ്രദ്ധിക്കുന്നവരെയും ദൈവം അത്തരത്തിൽ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരെയും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരെയും ശക്തിപ്പെടുത്തുവാൻ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ മഹേഷുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവ്, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയ കർത്താവ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തെയും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തെയും ആസ്പദമാക്കി പഠിക്കുവാനും ഇവിടെ അതിനെക്കുറിച്ചൊക്കെയും ചിന്തിക്കുവാനും എൻ്റെ ദൈവം ഇടയാക്കിയ വലിയ കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങൾ പഠിച്ച കാര്യങ്ങൾക്കനുസൃതമായി ജീവിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചർച്ചയിൽ കടന്നു വന്നതിന് പാസ്റ്റർ മഹേഷിന് ദൈവം നന്ദി പറയുന്നു. പാസ്റ്റർ സന്തോഷ്, താങ്ക് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നാം പീഡനം സഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കണം. നാം പീഡനം സഹിക്കുമ്പോൾ ദൈവം നമ്മെ കൈവിട്ടു എന്നൊരിക്കലും കരുതുകയും ചെയ്യരുത്. പീഡനത്തിലും ദൈവത്തിൻ്റെ കരം നമ്മുടെ മേലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കും. അതിന് ദൈവം നിങ്ങളെയും ഞങ്ങളെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.